ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് BSc കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ പാർട്ട് 9 ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സീരീസിൻ്റെ പാർട്ട് 5-ൽ നമ്മൾ വിവരാവകാശ കമ്മീഷനെക്കുറിച്ചും മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കിയായി ഈ പാർട്ട് 9-ൽ വനിതാ കമ്മീഷനെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ സീരീസിലെ പാർട്ട് 5 വീഡിയോ കാണാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ദേശീയ വനിതാ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31-നാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990-ലാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കുന്നത്. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം നിർഭയ ഭവനാണ്. ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം. ദേശീയ വനിതാ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 പേരാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 പേരാണ്. ഇതിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്കാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ രേഖാ ശർമ്മയുമാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്കാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ രേഖാ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്താണ്. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ ആരാണ്? അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് രാഷ്ട്ര മഹിള. ദേശീയ വനിതാ കമ്മീഷൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം രാഷ്ട്ര മഹിള. അടുത്തത് സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ചാണ്. കേരള വുമൻസ് കമ്മീഷൻ. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14-നാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം പാസാക്കിയത് 1995-ലാണ്. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1996 മാർച്ച് 14-ന് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള വനിതാ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 പേരാണ്. കേരള വനിതാ കമ്മീഷൻ്റെ ആകെ അംഗങ്ങൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 പേരാണ്. ഈ അംഗങ്ങളുടെ കാലാവധി 5 വർഷവുമാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആയത് സുഗതകുമാരിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ MC ജോസഫൈനാണ്. അപ്പോൾ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ അത് സുഗതകുമാരിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ MC ജോസഫൈനുമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷയായിരുന്നത് ജസ്റ്റിസ് D ശ്രീദേവിയാണ്. അപ്പോൾ കേരള സംസ്ഥാന വനിതാ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം ചെയർപേഴ്സൺ സ്ഥാനം വഹിച്ചത് ജസ്റ്റിസ് D ശ്രീദേവിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം സ്ത്രീ ശക്തിയാണ്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം നിർവചൻ സദനാണ്. ന്യൂഡൽഹിയിലെ നിർവചൻ സദനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം.
കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആകെ അംഗങ്ങൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെ 3 പേരാണ്. അപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 3 പേരാണ്. അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെ ആണ്. ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിക്രമം ഇംപീച്ച്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിക്രമവും ഇംപീച്ച്മെൻറ്റ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ഇതിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വ്യക്തി സുകുമാർ സെൻ ആണ്. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വനിത VS രമാദേവിയുമാണ്. അപ്പോൾ ഇന്ത്യയിൽ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സുകുമാർ സെൻ ആണ്. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വനിത ആരാണ്? VS രമാദേവി. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക മലയാളി TN ശേഷനാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക മലയാളി TN ശേഷനാണ്. നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുനിൽ അറോറ. നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 324. ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് ജനുവരി 25. ഇന്ത്യയിൽ ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് ജനുവരി 25. 2011 മുതലാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിച്ച് തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നതെന്ന് അറിയാമോ? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 25 ഇന്ത്യയിൽ ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. ഇനി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, അവർക്ക് ചിഹ്നം അനുവദിക്കുക, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, നിയമസഭ തുടങ്ങിയ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുക എന്നിവയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രധാന ചുമതല. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. എന്നാൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ആരാണ്? ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ. അടുത്തത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. അപ്പോൾ എന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്? 1993 ഡിസംബർ 3. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇതിലെ ആകെ അംഗങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെ 3 പേരാണ്. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആകെ അംഗങ്ങൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെ 3 പേരാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിക്രമവും അറിയപ്പെടുന്നത് ഇംപീച്ച്മെൻറ്റ് എന്ന് തന്നെയാണ്. സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിക്രമമാണ് ഇംപീച്ച്മെൻറ്റ്. ഇതിലെ അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വ്യക്തി MSK രാമസ്വാമിയാണ്. കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വ്യക്തി MSK രാമസ്വാമി. നിലവിൽ കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരനാണ്. നിലവിലെ സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? V ഭാസ്കരൻ.
നിലവിലെ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ടീക്കാറാം മീണയാണ്. നിലവിലെ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ടീക്കാറാം മീണ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K ആണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന കൂടുതൽ ക്ലാസ്സുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.